ദില്ലിയിലെ കോച്ചിംഗ് സെന്റർ ദുരന്തത്തിൽ രാജ്യസഭയിൽ ഹ്രസ്വ ചർച്ച. ലോക്സഭയിലും പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചു. അതേസമയം അപകടം ആം ആദ്മി പാർട്ടിക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കാനൊരുങ്ങുകയാണ് BJP. ചർച്ച രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ടെന്ന് പറഞ്ഞ DMK അംഗം തിരുച്ചി ശിവ ലഫ്റ്റനന്റ് ഗവർണർക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തമെന്നും പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിലെത്തി മറുപടി പറയണമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടു. കോച്ചിംഗ് സെന്റർ അപകടത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട BJP അറിവില്ലായ്മ കൊണ്ടല്ല, കുറ്റകരമായ അനാസ്ഥ മൂലമാണ് അപകടമുണ്ടായതെന്ന് ആരോപിച്ചു. ചർച്ചയിൽ പങ്കെടുത്ത DMK അംഗം തിരുച്ചി ശിവ നീറ്റ് വലിയ പ്രശ്നമാണ്, ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടു. കോച്ചിംഗ് സെന്റർ അപകടത്തിൽ BJP ദില്ലി സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണെന്നും ലഫ്റ്റനന്റ് ഗവർണർക്കാണ് എല്ലാ അധികാരവും കേന്ദ്ര സർക്കാർ നൽകിയതെന്നും തിരുച്ചി ശിവ ചൂണ്ടിക്കാട്ടി. നീറ്റ് വിഷയം ചർച്ച ചെയ്യണമെന്ന TMC അംഗം ഡെറിക് ഒബ്രയനും ആവശ്യപ്പെട്ടു. ഭരണകക്ഷി അംഗങ്ങൾ ആം ആദ്മി പാർട്ടിയെ ലക്ഷ്യമിട്ടുള്ള കടന്നാക്രമണമാണ് നടത്തിയത്. പരസ്പരം വാക്പോര് നടത്തിയ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയാൻ അപര്യാപ്തനെന്നും ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിലെത്തി മറുപടി പറയണമെന്നും ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടു. Sir, I doubt whether we can have a reply from the Honorable Education Minister. Is it not a fact that the Home Minister will have to come to the House and reply to the debate here? Because O.M. Malik, ये दिल्ली का मालिक, असली मालिक कौन है सर? None other than Amit Shah ji. I don't think Dharmendra Pradhan ji would be in a competent position to reply to this debate. വിഷയത്തിൽ അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയിൽ പങ്കെടുത്തത്. हम सभी की दायित्व बनता है ये घटना आगे कैसे ना हो, उसकी दायित्व किसकी है? ये राजनीति लापरवाही बनाम जिम्मेवारी की नहीं होनी चाहिए, जिम्मेवारी होनी चाहिए. लापरवाही तो हुई है, किसी ना किसी को तो उसमें उत्तर देना पड़ेगा. ഭാവിയിൽ ഇത്തരം ദാരുണ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ആം ആദ്മി അംഗം സ്വാതി മലിവാൾ ആവശ്യപ്പെട്ടു. ലോക്സഭയിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ വിഷയം ശക്തമായി ഉന്നയിച്ചു. വിദ്യാർത്ഥികളുടെ മരണത്തിന് ആരാണ് ഉത്തരവാദിയെന്നും NOC കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും അഖിലേഷ് യാദവ് ലോക്സഭയിൽ ചോദിച്ചു. KC വേണുഗോപാൽ, ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ളവരും ലോക്സഭയിൽ വിഷയം ഉന്നയിച്ചിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.